നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. കടപ്പുറം അഴിമുഖത്ത് ശക്തമായ തിരയിൽപ്പെട്ട് വഞ്ചിയിൽ നിന്ന് തെറിച്ചു വീണ മത്സ്യത്തൊഴിലാളിയെ കാണാതായി. തളിക്കുളം സ്വദേശി നന്ദുവിന്റെ ഉടമസ്ഥതയിലുള്ള ഗുരുവായൂരപ്പൻ വഞ്ചിയിൽ നിന്നാണ് തളിക്കുളം സ്നേഹതീരം സ്വദേശി ഇഷ്താക്കിരി വീട്ടിൽ ആണ്ടിമകൻ 52 വയസ്സുള്ള ശിവനെ കാണാതായത്. ദേശീയപാത കരാർ കമ്പനികളുടെ അശാസ്ത്രീയ നിർമ്മാണ പ്രവൃത്തികൾക്കെതിരെ ജനകീയ ആക്ഷൻ കൗൺസിൽ പ്രതിഷേധിച്ചു. കാനകൾ മൂടിയിരിക്കുന്ന സ്ലാബുകൾ കമ്പികൾ ഉപയോഗിക്കാതെയാണ് വാർത്തിട്ടുള്ളത് എന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. ഒരുമനിയൂർ മാങ്ങോട്ട് സ്കൂളിന് സമീപം കഴിഞ്ഞ ദിവസം സ്വകാര്യ ബസ് അപകടത്തിൽപ്പെട്ടിരുന്നു. റോഡരികിലെ കാനയ്ക്ക് മുകളിലേക്ക് ബസ് കയറിയതോടെ സ്ലാബുകൾ തകരുകയും ബസിന്റെ മുൻചക്രം കാനയിലേക്ക് താഴുകയും ചെയ്തു. ഇതിനു പിന്നാലെയാണ് പ്രതിഷേധവുമായി ആക്ഷൻ കൗൺസിൽ രംഗത്തെത്തിയത്. പ്രസിഡന്റ് PK ഫസലുദ്ദീൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ രക്ഷാധികാരി മുഹമ്മദ് കുഞ്ഞി, ഫൈസൽ ഉസ്മാൻ, ഹക്കീം ഇംബാർക്ക്, PM ബുർഹാനുദ്ദീൻ എന്നിവർ സംസാരിച്ചു. ജനറൽ സെക്രട്ടറി PP അബൂബക്കർ സ്വാഗതവും ട്രഷറർ PM യഹിയ നന്ദിയും പറഞ്ഞു. സംഘടനാ നേതാക്കൾ, നാട്ടുകാർ എന്നിവർ നേതൃത്വം നൽകി. അധികാരികളുടെ ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടർന്നാൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് ജനകീയ ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ മുന്നറിയിപ്പ് നൽകി. നമ്മുടെ ഈ നാടിൻ്റെ ഈ റോഡിൻ്റെ ഈ അവസ്ഥയിൽ രണ്ട് സൈഡിൽ കെട്ടിയിട്ടുള്ള കാനകൾ, ഈ കാനയുടെ ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ഒരു തരി കമ്പി പോലും ഇല്ലാതെയും സിമെൻറ്റും ഇല്ലാതെയും ഒരു ചെറിയ വാഹനം മുകളിൽ കയറിയപ്പോൾ തകർന്ന് വീട് പൊടിഞ്ഞിരിക്കുകയാണ്. ഈ നിലയിൽ ഇത് മുന്നോട്ട് പോവുകയാണെങ്കിൽ എത്ര പേരുടെ ശവം അല്ലെങ്കിൽ എത്ര പേര് ആശുപത്രിയിൽ എത്തിക്കും എന്നുള്ളത് നമുക്ക് ആർക്കും തന്നെ പറയാൻ കഴിയാത്ത ഈ അവസ്ഥയിൽ തീർച്ചയായും നമ്മൾ എല്ലാവരും തന്നെ ഒറ്റക്കെട്ടായിക്കൊണ്ട് ഇതിൽ പ്രതികരിക്കുകയാണ്. ഇതിന് വിജയം കാണുന്നത് വരെ ഞങ്ങളുടെ ഈ സമരമുറ ഒരിക്കലും അവസാനിപ്പിക്കില്ല. ഇതിന്റെ സമരം ഞങ്ങൾ മുന്നോട്ട് തന്നെ നയിക്കും. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിൽ 13-ാം വാർഡ് പെരുമണ്ണിൽ ലൈഫ് ഭവന പദ്ധതി പ്രകാരം നിർമ്മാണം പൂർത്തീകരിച്ച 7ാമത്തെ വീടിന്റെ താക്കോൽ കൈമാറ്റം നടന്നു. രാമച്ചമ്പറമ്പിൽ സീതാകൃഷ്ണനായി നിർമ്മിച്ച വീടിന്റെ താക്കോൽ കൈമാറ്റം പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ നിർവഹിച്ചു. വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സുനിത ഉണ്ണികൃഷ്ണൻ അധ്യക്ഷയായി. ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, ജില്ലാ പഞ്ചായത്ത് അംഗം AV വല്ലഭൻ എന്നിവർ മുഖ്യാതിഥികളായി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PT ജോസ്, പഞ്ചായത്ത് അംഗങ്ങളായ TP പ്രജീഷ്, PS സന്ദീപ്, സ്മിത ഷാജി, അഞ്ജു പ്രേമദാസ്, മാഗി ജോൺസൺ, NS ജിഷ്ണു, VP ലീല, നാൻസി ആന്റണി, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ TC സെബാസ്റ്റ്യൻ മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു. പൊന്നിയൂർ ഗ്രാമപഞ്ചായത്തിൽ 5-ാം വാർഡിലെ PK ശ്രീധരൻ മാസ്റ്റർ വായനശാലയുടെ നിർമ്മാണത്തിന് തുടക്കമായി. ഗുരുവായൂർ MLAയുടെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച 20 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് നിർമ്മാണം. NK അക്ബർ MLA നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. പൊന്നിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നിർവഹണ ഏജൻസിയായ തൃശൂർ ജില്ലാ നിർമ്മിതി കേന്ദ്രം എഞ്ചിനീയർ ബീന M റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചാവക്കാട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് KP വിനോദ് മുഖ്യാതിഥിയായി. വായനശാല പ്രസിഡന്റ് KM താജുദ്ദീൻ, തൃശൂർ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ, പഞ്ചായത്ത് മെമ്പർ ഷൈബ ദിനേശൻ, പൊതുപ്രവർത്തകനായ മോഹനൻ ഇച്ചിത്തറ, വായനശാല സെക്രട്ടറി PK രഘുനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. ചിറനല്ലൂർ സെന്റ് ജോസഫ്സ് LP സ്കൂളിന്റെ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പ് നടത്തി. തൃശൂർ നോർത്ത് ലയൺസ് ക്ലബിന്റെയും നവോദയ ക്ലബിന്റെയും സഹകരണത്തോടെ വിദ്യാലയത്തിൽ സംഘടിപ്പിച്ച സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പ് ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ മനോജ് താണിക്കൽ അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗം ആൻഡോ പോൾ, പ്രധാനാധ്യാപിക TJ ബീന, തൃശൂർ നോർത്ത് ലയൺസ് ക്ലബ് പ്രസിഡന്റ് CS ശശി, ചിറനല്ലൂർ നവോദയ ക്ലബ് പ്രസിഡന്റ് ജിതിൻ ജോണി, PTA പ്രസിഡന്റ് സുനിത ഷൈജു എന്നിവർ സംസാരിച്ചു. ലഹരിക്കെതിരെ ഏകദിന ശില്പശാല, ചിത്രരചന, കളറിംഗ് മത്സരങ്ങൾ, വിളംബര ഘോഷയാത്ര, കുട്ടികളുടെ പാർക്ക്, സ്മാർട്ട് ക്ലാസ് തുടങ്ങിയ ഭൗതിക സാഹചര്യങ്ങൾ വർദ്ധിപ്പിക്കൽ തുടങ്ങി 1 വർഷം നീണ്ടുനിൽക്കുന്ന വിവിധ പരിപാടികളോടെയാണ് ശതാബ്ദി ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത്. ശില്പനിർമ്മാണത്തിന് വ്യവസ്ഥാപിതമായ രൂപങ്ങളൊന്നുമില്ല. കലാകാരന്റെ അഭിരുചിയും ആവശ്യക്കാരുടെ ആവശ്യവുമനുസരിച്ച് ശില്പങ്ങൾ രൂപപ്പെടുന്നു. സുഗന്ധവ്യഞ്ജനങ്ങളുടെ രൂപങ്ങൾ ഫൈബർ ഗ്ലാസിൽ തീർത്ത് പ്രദർശനത്തിനൊരുങ്ങുകയാണ് ശില്പി ജോൾസൺ വൈലൂർ. കൃഷിയുടെ വ്യാപ്തി കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഭക്ഷണവസ്തുക്കളിൽ മായവും വിഷാംശവും നിറയുമ്പോൾ പൊതുസമൂഹത്തിന് അവയുടെ പ്രാധാന്യം എത്തിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ദുബായ് അൽ ഖുസൈസ് ഇൻഡസ്ട്രിയൽ ഏരിയ ബെൻസ് റഹാഫ് ടവറിൽ നടക്കുന്ന എക്സിബിഷനാണ്
ഫൈബർ ഗ്ലാസ് ശില്പങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത്. സുഗന്ധവ്യഞ്ജനങ്ങളായ മഞ്ഞൾ, ഗ്രാമ്പു, കറുവപ്പട്ട, തക്കോലം, ചുവന്ന മുളക് തുടങ്ങിയവയുടെ ശില്പങ്ങളാണ് നിർമ്മിച്ചിട്ടുള്ളത്. കൂടാതെ എക്സിബിഷനു വേണ്ടി ഗോളാകൃതിയിലുള്ള ഒരു ഫൈബർ ഗ്ലാസ് ശില്പവും നിർമ്മിച്ചിട്ടുണ്ട്. ഓരോ രൂപത്തിന്റെയും 6 എണ്ണം വീതം 36 വർക്കുകളാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ സന്ദർശിക്കുന്ന പ്രദർശനത്തിനായി നിർമ്മിച്ചിട്ടുള്ളത്. സുഗന്ധദ്രവ്യങ്ങളുടെയും ഒപ്പം ഉൽപ്പന്നങ്ങളുടെയും പ്രമോഷന്റെ ഭാഗമായി ജനങ്ങളിലേക്ക് ഇവയുടെ അവബോധം വളർത്തിയെടുക്കുന്നതിനു വേണ്ടിയാണ് ശില്പങ്ങൾ നിർമ്മിച്ചിട്ടുള്ളതെന്ന് ജോൽസൺ പറയുന്നു. അവിടെ നമ്മുടെ പച്ചക്കറികളുടെയും സുഗന്ധദ്രവ്യങ്ങളുടെയും ഒരു പ്രമോഷന്റെ ഭാഗമായിട്ട് അതിൻ്റെ ഒരു മാർക്കറ്റിങ്, അതിൻ്റെ പറ്റിയിട്ടുള്ളൊരു അവബോധം അവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാത്തിൻ്റെയും ഒരു ഡെമോ പോലെ. ഇപ്പോൾ പച്ചമുളക്, ഗ്രാമ്പു, കറുവപ്പട്ട, മഞ്ഞൾ, പിന്നെ താക്കോലം എന്നീ മോഡലുകൾ അവർക്കും അതിൻ്റെ ഒരു അവബോധം ഇതിന് വേണ്ടിയിട്ടൊരു ഡെമോ പീസ് പോലെയാണ് ഈ വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കളിമണ്ണിൽ ഓരോന്നിൻ്റെയും മാതൃക നമ്മൾ കളിമണ്ണിൽ പൂർണ്ണമായിട്ടും തയ്യാറാക്കി പിന്നീട് അത് ഫൈബറിൽ മോൾഡെടുക്കുകയാണ് അതിൻ്റെ ആദ്യത്തെ ഘട്ടം. പിന്നീട് നമ്മൾ ഫൈബറിലേക്ക് വർക്കെടുത്ത് വ്യത്യസ്ത വർഷങ്ങളായി എടുത്ത് യോജിപ്പിച്ച് അതിൻ്റെ ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള പെയിൻറ്റിങ് കഴിഞ്ഞിട്ടുള്ള വർക്കാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഏകദേശം ഒരു മാസത്തിന് മേലെയുള്ള ഒരു വർക്ക് ഇതിന് പുറകിൽ എനിക്ക് വന്നിട്ടുണ്ട്. കളിമണ്ണിൽ ശില്പത്തിന്റെ മാതൃക തയ്യാറാക്കി ഫൈബർ ഗ്ലാസിൽ മോൾഡ് എടുത്ത് പിന്നീട് അതിൽ നിന്നാണ് ഫൈബർ ഗ്ലാസിലേക്ക് ശില്പങ്ങൾ വാർത്തെടുക്കുന്നത്. ശില്പനിർമ്മാണത്തിൽ പിതാവ് ജോൺസൺ വേലൂരിന് പിൻപറ്റുന്ന ജോൽസൺ 2022 വിദേശ രാജ്യമായ പാപ്പുവ ന്യൂ ഗിനിയയിലേക്ക് ക്രൂശിത രൂപം ഫൈബർ ഗ്ലാസിൽ നിർമ്മിച്ചു നൽകിയിട്ടുണ്ട്. ചൂണ്ടൽ പെലക്കാട്ട് പയ്യൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ സ്കന്ദഷഷ്ഠി ആഘോഷങ്ങൾ തിങ്കളാഴ്ച നടക്കും. ക്ഷേത്രത്തെക്കുറിച്ച് രവീന്ദ്രൻ ചൂണ്ടൽ രചിച്ച് ഷാജി സുബ്രഹ്മണ്യൻ സംഗീതം നൽകി ഷാജി സുബ്രഹ്മണ്യനും അഞ്ജലി സുനീഷും ചേർന്ന് ആലപിച്ച പഞ്ചാമൃതം എന്ന ഭക്തിഗാനത്തിന്റെ പ്രകാശനവുമുണ്ടാകും. തുടർന്ന് നോബുര നൃത്തകലാക്ഷേത്രം അവതരിപ്പിക്കുന്ന നൃത്തനൃത്യങ്ങൾ രാവിലെ 9 മണിക്ക് അരങ്ങേറും. സ്കന്ദഷഷ്ഠി ആഘോഷങ്ങളിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുക്കും. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പ് നടത്തി. കടവലൂർ പഞ്ചായത്തിലെ ഡിവൈഎഫ്ഐ യൂണിറ്റുകളായ ചെഗുവേര, ചിറ, കോടത്തുംകൊണ്ട എന്നീ യൂണിറ്റുകൾ ചേർന്ന് കുന്നംകുളം ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് നടത്തിയത്. വട്ടമാവ് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ക്യാമ്പ് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ബാലാജി ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ ചെഗുവേര യൂണിറ്റ് പ്രസിഡന്റ് NS സൂര്യ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ, CPM ഏരിയ കമ്മിറ്റി അംഗം MN മുരളീധരൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വിശ്വംഭരൻ എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ മല്ലിശ്ശേരി NSS കരയോഗം കുടുംബസംഗമം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് K ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. കരയോഗം പ്രസിഡന്റ് EK പരമേശ്വരൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ബിന്ദു നാരായണൻ, താലൂക്ക് സെക്രട്ടറി MK പ്രസാദ്, T ഉണ്ണികൃഷ്ണൻ, PV സുധാകരൻ, അഡ്വക്കേറ്റ് C രാജഗോപാൽ, PK രാജേഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. 80 വയസ്സ് പൂർത്തിയായ മുൻ ഭാരവാഹികളെ ആദരിച്ചു. തുടർന്ന് കരയോഗം കുടുംബാംഗങ്ങളുടെ കലാപരിപാടികളും വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്കുള്ള സമ്മാനദാനവും നടന്നു. പോർക്കുളം പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ പോർക്കുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി കുറ്റവിചാരണ യാത്ര നടത്തി. സേവ് പോർക്കുളം എന്ന പേരിൽ മണ്ഡലം പ്രസിഡന്റ് VV ബാലചന്ദ്രൻ ക്യാപ്റ്റനായി മങ്ങാട് വെട്ടിക്കടവിൽ നിന്നും ആരംഭിച്ച കുറ്റവിചാരണ യാത്ര DCC സെക്രട്ടറി CI മാത്യു ജാഥ ക്യാപ്റ്റന് പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു. മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K ജയശങ്കർ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ രാധാകൃഷ്ണൻ മാസ്റ്റർ, തമ്പി മാസ്റ്റർ, KP ജയപ്രകാശ്, ബ്ലോക്ക് സെക്രട്ടറിമാരായ P പ്രവീൺകുമാർ, CM അബ്ദുള്ളക്കുട്ടി, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് കവിത പ്രേംരാജ്, പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് KA ജ്യോതിഷ് തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തിയ ശേഷം ജാഥ കല്ലഴിക്കുന്നിൽ സമാപിക്കും. സമാപന സമ്മേളനം DCC സെക്രട്ടറി അഡ്വക്കേറ്റ് അജിത് ഉദ്ഘാടനം ചെയ്യും. യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് MM മഹേഷ് മുഖ്യപ്രഭാഷണം നടത്തും.
എന്താണ് വൈദേശിക വിദ്യാഭ്യാസ നയം? ശാസ്ത്ര ചരിത്ര സംഭവങ്ങളെല്ലാം പുരാണങ്ങളുടെ പേരിൽ വളച്ചൊടിച്ച് അത് യാഥാർത്ഥ്യത്തിന് നിരക്കാത്ത ഒരു രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസമാണ് നമുക്കിനി തരാൻ പോകുന്നത്. ആ വിദ്യാഭ്യാസം എത്രമാത്രം ഗുണമുണ്ടാവും? ഈ പ്രത്യേകിച്ചും ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ വലിയ മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള പഴഞ്ചൻ പുരാണങ്ങളിൽ പോകുന്ന ഒരു സിലബസ് അടിച്ചേൽപ്പിക്കുന്ന ഒരു നടപടിയാണ് RSS നേതൃത്വം കൊടുക്കുന്നത്. അതിന് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അംഗീകരിച്ചു എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രങ്ങളിൽ നിന്ന് കണ്ടത്. അല്ലെങ്കിൽ അദ്ദേഹവും കുടുംബവും ഒരുമിച്ച് ചിലപ്പോൾ ജയിലിൽ പോകേണ്ടി വരും. അതായിരിക്കും കാര്യം. കടങ്ങോട് അന്തിമഹാകാളം ക്ഷേത്രത്തിൽ അഷ്ടമംഗല പ്രശ്നപരിഹാര കർമ്മങ്ങളും തീർത്ഥക്കുള നവീകരണവും ആരംഭിച്ചു. ശനി ഞായർ ദിവസങ്ങളിലായാണ് ചടങ്ങുകൾ നടക്കുന്നത്. ക്ഷേത്രം തന്ത്രി അണ്ടലാടിമന പരമേശ്വരൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ശനിയാഴ്ച മഹാസുദർശന ഹോമം, ദീപാരാധന, സർപ്പബലി, ഭഗവതി സേവ, അത്താഴപൂജ എന്നിവ നടന്നു. ഞായറാഴ്ച രാവിലെ മഹാഗണപതി ഹോമം, ഉഷപൂജ, മൃത്യുഞ്ജയ ഹോമം, തിലഹോമം, അഭിഷേകം, ഉച്ചപൂജ എന്നിവയും മാതൃസമിതിയുടെ നേതൃത്വത്തിൽ ഭജനയും പ്രസാദകൂട്ടും നടന്നു. ഊരാളൻ മുരളീധരൻ എടമടത്തിൽ, പ്രസിഡന്റ് ഷനിൽകുമാർ, സെക്രട്ടറി ഷിജു എഴുത്തുപുരയ്ക്കൽ, ട്രഷറർ ജയരാജൻ കണ്ടിരത്ത് എന്നിവർ നേതൃത്വം നൽകി. ചരമം. എയ്യാൽ ഒലക്കെങ്കിൽ കൊച്ചപ്പൻ ജോസ് നിര്യാതനായി. 62 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച വൈകിട്ട് 3:30 എയ്യാൽ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളി സെമിത്തേരിയിൽ നടക്കും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.